അസ്സലാമലൈക്കും. ഇന്ന് ഒരു ക്രീം ബന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ബന്ന് തിന്നാൻ പൂതിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കടയ്ക്ക് പറഞ്ഞയച്ചപ്പോൾ കടയിൽ ബന്നില്ല, ക്രീം ബന്നില്ല, സാധാ ബന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ കൊണ്ടുവന്ന് വെച്ച ക്രീം ലേശം ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഞാൻ പറഞ്ഞു അത് മേടിച്ചിട്ട് വരും, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ക്രീം ബന്ന് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ക്രീമാണ് ഞാൻ ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കുറച്ച് തന്നെ ഉള്ളൂ, ഒരു 5 ടീസ്പൂൺ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോഴേ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ക്രീമൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കിയാലൊക്കെ നമ്മൾ ബാക്കി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാ വീട്ടിലും അധികം ആൾക്കാർ നമ്മൾ തന്നെ ഉണ്ടാക്കണം കേക്ക്, മക്കളൊക്കെ ബർത്ത്ഡേ ആകുമ്പോൾ. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു ക്രീം ബാക്കി വെച്ചിട്ടേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്, ഇനി ക്രീം ബാക്കി വെക്കണമെന്നില്ല, നമ്മൾ ഉണ്ടാക്കിയാൽ കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, അതായിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിക്കണം കേട്ടോ. ഇനി അതിലേക്ക് അരമുറി തേങ്ങയാണ് ഞാൻ ചിരകി എടുത്തിക്കണത്. അതിനി മിക്സിൻ്റെ ജാറിൽ കിട്ടുന്നതും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീം ബന്നിൽ തേങ്ങ ഉള്ള ഐറ്റം ഉണ്ടാവുമല്ലോ, അതുപോലെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. സംഭവം സൂപ്പറായിരുന്നു. ഇനി അതിലേക്ക് പഞ്ചസാര 2.5 ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്രീമിലും മധുരമുള്ളത് തന്നെയാണ്, പക്ഷേ എന്നാലും നമുക്ക് മധുരമുള്ള സംഭവത്തേക്ക് അതേ കറക്റ്റിൽ തന്നെ നമുക്ക് മധുരം കിട്ടണമല്ലോ. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും പാടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുത്തിരിക്കണം. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഓവർ ഇങ്ങോട്ട് അരഞ്ഞ് പോവരുത്, ഒരു കുറച്ചൊരു തരിയോടുക്ക് തേങ്ങാത്തരി വേണം കേട്ടോ. ഇനി നമുക്ക് ഈ ക്രീം ഉണ്ടല്ലോ ബീറ്റ് ചെയ്ത് വെച്ച, അതിലേക്ക് ഇനി അത് ഇട്ട് കൊടുക്കാം. ഇനി അത് ഒന്നും പാടിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ തേങ്ങയും പഞ്ചസാരയൊക്കെ പാടിക്ക് അതിലൊന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ച് നേരം ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാങ്ങൻ്റെ എസൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അതൊരു തുള്ളി ഇറ്റിച്ച് കൊടുത്തതാണ്. അത് വേണമെന്നില്ല, പക്ഷെ ഞാനതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ അത് ഒന്നും പാടിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ, ആ കളറൊക്കെ ഒന്ന് എല്ലായിടത്തൊന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ക്രീമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ. ഇനി അതിലേക്ക് മേടിച്ച ബന്നാണിത്. അപ്പോൾ മക്കൾക്ക് പൂതി വന്നാൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. പക്ഷെ നമുക്കും എല്ലാവർക്കും ടേസ്റ്റ് ഉണ്ടായി, രസമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നടുവൊന്ന് കീറിയതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ, അതിനി ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ രീതിയിലേ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. സംഭവം സൂപ്പറാണ്, അടിപൊളിയാണ്. സ്കൂളിലേക്കൊക്കെ മക്കൾക്കൊക്കെ ലഞ്ചിനൊക്കെ കൊടുത്തു വിടാനൊക്കെ അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.